ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ് കേട്ടോ. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഇതിനെ കുഞ്ഞിപ്പൊടി പായസം അതല്ലെങ്കിൽ പൊടി പായസം എന്നൊക്കെ പറയും. പിന്നെ ഇതൊരു ന്യൂജൻ റെസിപ്പിയൊന്നുമല്ല, നമ്മുടെ വല്യമ്മമാർ തൊട്ടേ ഇങ്ങനെ പോന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പായസം റെഡിയാക്കാനായിട്ട് നമ്മൾ അടി കട്ടിയുള്ളൊരു പാൻ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ പായസത്തിലോട്ടുള്ള കാഷ്യൂ നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഇങ്ങനെ വറവായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഈ നെയ്യിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി വന്നിട്ടുള്ള നെയ്യിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങ കൊത്താണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹാഫ് മുറി തേങ്ങയുടെ ഹാഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഈ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പായസത്തിൽ നിന്ന്. നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഈ തേങ്ങാക്കൊത്തും ഇതുപോലെ ഒന്ന് വറവാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള നെയ്യ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പെട്ടെന്നൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പാനിലോട്ട് അത് ആഡ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കാൻ വെച്ചിക്കണം. നമുക്കത് മെൽറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ ശർക്കര ഏകദേശമൊക്കെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ഈ ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സെയിം പാനിലോട്ട് തന്നെ മാറ്റാണ് കേട്ടോ. മാറ്റിയതിന് ശേഷം ഞാനിതാ ഇതുപോലുള്ളൊരു ജഗ്ഗിന് 2 ജഗ്ഗ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളമല്ല കേട്ടോ, നല്ല തിളച്ച വെള്ളമല്ല, പക്ഷെ ഒരു ചൂടുവെള്ളമാണ്. പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാൻ 3 ഏലക്കായ കുത്തിയിട്ടത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മധുരത്തിനൊന്ന് ചെറുതായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളക്കാൻ വെക്കാം. ഇത് തിളക്കുന്ന സമയം കൊണ്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ കുഞ്ഞിപ്പൊടി അല്ലെങ്കിൽ പൊടി എന്നൊക്കെ പറയുന്ന ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ മാവ് ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ടൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 to 1/4 കപ്പ് പൊടി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പൊടിയുടെ ടെക്സ്ചറിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു കറക്റ്റ് അളവ് പറയാത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിട്ട് എങ്ങനെ പൊടി ഉണ്ടാക്കുന്നതിന് നോക്കാം.
അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല എന്താ പറയുക കട്ടിയില്ലാണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഇതാണ് കേട്ടോ, ഈ ഒരു ഉരുളകളാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ പായസം കുടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ മക്കളും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കുണ്ടാക്കാൻ, അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞങ്ങളുണ്ടാക്കിയപ്പോൾ തന്നെ വീട്ടിലെ മക്കളും പിന്നെ അതുപോലെ വല്യമ്മ ഹസ്ബൻഡ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് കഴിയും. ഒരാളുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാവരെയും വിളിക്കുക, എല്ലാവരും കൂടെ ഉണ്ടാക്കുക, അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമാണ് പായസം കുടിക്കാൻ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഉരുളകളിങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പൊടികളുണ്ടല്ലോ, അത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. പൊടി ഒന്ന് തൂവി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്ക് മൊത്തത്തിൽ അങ്ങ് ഉണ്ടായി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഇതുപോലെ പൊടി തൂവി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട്. ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാട്ടോ. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. അതിൻ്റെ പാലൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ പൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല. അത് വെന്താൽ നമുക്ക് വെന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുക ഈ പൊടിയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരുമ്പോഴാട്ടോ. നമുക്ക് ഈ തേങ്ങ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു പായസത്തിനൊരു കുറുകിയ രൂപം കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നല്ലോ. ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മുടെ കാഷ്യൂവും പിന്നെ അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും പിന്നെ അതുപോലെ സജഷൻസ് എല്ലാം കമൻസിൽ അറിയിക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.